السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ, കൽപ്പന, നിരോധനങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കണമെന്നും അനുസരിക്കണമെന്നും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച കാര്യം അത് തൗഹീദാണ്. നമ്മളത് ആഴ്ചകളായിട്ട് അതിൻ്റെ ശുറൂത്തുകളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയുടെ ഷർത്തുകൾ എത്രയാണ്, എന്താണ്, അതൊക്കെ നമ്മൾ പറഞ്ഞു. അള്ളാഹു ഖുർആനിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ സ്ഥാപിക്കാൻ, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതിനെ സ്ഥാപിക്കാൻ ഖുർആനിൽ അള്ളാഹു ഉപയോഗിച്ചത് റുബൂബിയ്യത്താണ്. എവിടേക്ക് അള്ളാഹു ഉലൂഹിയത്തിനെ സ്ഥാപിച്ചിട്ടുണ്ടോ അതിന്റെ പിറകിൽ അള്ളാഹു റുബൂബിയത്തിനെ കുറിച്ച് വാചാലമായിട്ടുണ്ട്. ഇവിടെ അള്ളാഹു റബ്ബാണ് എന്ന് അള്ളാഹു സ്ഥാപിച്ചതിന് ശേഷമാണ് ആ റബ്ബിന് മാത്രമേ ഉലൂഹിയത്ത് പാടുള്ളൂ എന്ന് അള്ളാഹു പിന്നീട് സ്ഥാപിക്കണം. അതായത് ആദ്യം അള്ളാഹു റബ്ബാണെന്ന് സ്ഥാപിക്കണം. അള്ളാഹു മാത്രമാണ് റബ്ബ്. ആദ്യം സ്ഥിരീകരിക്കപ്പെടേണ്ടത് അതാണ്. അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് സ്ഥിരപ്പെടണം. ഒരാൾ റബ്ബാവാൻ 3 ക്വാളിഫിക്കേഷൻ ആണുള്ളത്. ഒരാൾ റബ്ബാവാൻ, നമ്മൾ റബ്ബ് എന്ന് പറയുന്ന, രക്ഷിതാവ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന റബ്ബ് എന്ന വാക്ക് 3 അടിസ്ഥാനപരമായ ഗുണവിശേഷണങ്ങൾ ഉള്ള ആളെ റബ്ബാവാൻ യോഗ്യനാവുന്നുള്ളൂ. 3 കാര്യങ്ങൾ. ഒന്ന് ഖാലിഖാവുക എന്നുള്ളതാണ്. സൃഷ്ടാവുക, നിർമ്മാണാധികാരമുള്ള ആളാവുക, നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നതിന് കഴിയുന്ന ആളാവുക. റബ്ബാവാനുള്ള 3 ക്വാളിഫിക്കേഷനിൽ ഒന്ന് ഖാലിഖാവുക. ഈ ഖാലിഖ് അള്ളാഹു മാത്രമാണ് എന്ന് ഖുർആനിൽ അള്ളാഹു സ്ഥാപിച്ചുകൊണ്ടേയിരിക്കുകയാണ് തുടക്കം മുതലേ. എന്തിനാണ് ഈ സ്ഥാപിക്കുന്നത്? ഖാലിഖ് അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹു സ്ഥാപിക്കുന്നത് അള്ളാഹു റബ്ബാണ് എന്ന് സ്ഥാപിക്കണം. റബ്ബ് അള്ളാഹു മാത്രമാണ് എന്ന് അള്ളാഹു സ്ഥാപിക്കുന്നത് എന്തിനാ? ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന് സ്ഥാപിക്കാൻ. അപ്പം ആത്യന്തികമായിട്ട് ഇവിടെ അള്ളാഹു ഉറപ്പിക്കുന്നത് അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്നതാണ്. അത് മനുഷ്യനെ പഠിപ്പിക്കാൻ അള്ളാഹു ഉപയോഗിച്ച രീതി ഇങ്ങനെയാണ്. ഒന്നാമത്തെ, അള്ളാഹു ഖാലിഖാണ്, സൃഷ്ടാവ് അള്ളാഹുവാണ്.
മനുഷ്യന്റെ മുമ്പിൽ മനുഷ്യൻ കണ്ണുകൊണ്ട് അവൻ കാണുകയും അവന്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ടവൻ അനുഭവിക്കുകയും ചെയ്യുന്ന വസ്തുപദാർത്ഥങ്ങൾ നിർമ്മിച്ചത് അള്ളാഹു ആണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുക. പരിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ അള്ളാഹു ആദ്യമായിട്ട് ജനങ്ങളെ വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, ഇബാദത്ത് ചെയ്യണം. ഉലൂഹിയത്തിലേക്കുള്ള ദഅവത്താണ്, ഉലൂഹിയത്തിലേക്കുള്ള ദഅവത്താണ്. അള്ളാഹു ആണ് ഇലാഹ്, അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം. അവിടെ ഉലൂഹിയത്ത് അള്ളാഹു സ്ഥാപിക്കുന്നത് അള്ളാഹു റബ്ബാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കണം, അള്ളാഹുവിനെ മാത്രം. ഐ വഹ്ഇദൂ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അല്ലദീ ഖലഖക്കും, സൂറത്തുൽ ബഖറയിലെ ആയത്താണ്. യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും. എങ്ങനെയുള്ള റബ്ബാണ്? ജനങ്ങൾ അല്ലാഹു ബോധ്യപ്പെടുത്താണ്. എങ്ങനെയുള്ള റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്? നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളെ ഉണ്ടാക്കിയ, നിങ്ങളെ പടച്ച റബ്ബിനെ, നിങ്ങളെ ഈ രൂപത്തിൽ സംവിധാനിച്ച റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. അപ്പൊ ഇവിടെ ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. എന്തിനെ സ്ഥാപിക്കാൻ? ഉഅ്ബുദൂ എന്നതിനെ സ്ഥാപിക്കാൻ. അള്ളാഹു മാത്രമാണ് ഇലാഹ്, അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അള്ളാഹുവിന് മാത്രമേ ഇബാദത്തുകൾ നൽകാവൂ. അള്ളാഹു അല്ലാത്ത ആർക്കും നിങ്ങൾ ഇബാദത്ത് നൽകരുത്. കാരണം റബ്ബക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. അല്ലദീ ഖലഖക്കും, എങ്ങനെയുള്ള റബ്ബ്? നിങ്ങളെ സൃഷ്ടിച്ചവൻ അവനാണ്. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പ്, നിങ്ങളെ മുമ്പുള്ളവരെ സൃഷ്ടിച്ചതവനാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാവാൻ. എന്നിട്ട് അള്ളാഹു വീണ്ടും വിശദീകരിക്കാണ്. പോരാ, ഒന്നും കൂടി അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്താണ്. നിങ്ങൾ ഉഅ്ബുദൂ, നിങ്ങൾ ആരാധിക്കണം. ആരെ? നിങ്ങളുടെ റബ്ബിനെ. എങ്ങനെയുള്ളവനാണ്? ഒന്നും കൂടി, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് അവൻ വിരിപ്പാക്കി തന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് അല്ലാഹു പറയാണേ. റബ്ബാവാനുള്ള ക്വാളിഫിക്കേഷൻ 3. അതിൽ ഒന്നാമത്തത് എന്താ? ഖാലിഖാവുക. അവിടേക്കാണ് നമ്മൾ വരുന്നത്, ആ പോയിന്റിലേക്ക് വിശദീകരിക്കുന്നത്. റബ്ബാവാനുള്ള ക്വാളിഫിക്കേഷൻ 3, അതിലൊന്ന് ഖാലിഖാവുക. ആ ഖാലിഖാവുക എന്നുള്ളത് അള്ളാഹു മാത്രമാണ് എന്നതിന് അള്ളാഹു സ്ഥാപിക്കാണ് ഈ ആയത്തുകളിലൂടെ. അള്ളാഹു പറഞ്ഞു, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പാക്കി നൽകിയവൻ അവനാണ്. ഭൂമി നിങ്ങളെയും കൊണ്ട് ആടുന്നില്ല, നിങ്ങൾ നടക്കുമ്പോൾ ചെരിയുന്നില്ല, വീഴുന്നില്ല. നിങ്ങൾ പടുത്തുയർത്തുന്ന ബിൽഡിങ്ങുകളൊക്കെ അവിടെ അടിപൊളിയായിട്ട് കിടക്കുകയാണ്. ആ രൂപത്തിൽ ഭൂമിയെ നിങ്ങൾക്കല്ല സംവിധാനിച്ചു. ഭൂമി ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുകയാണോ? അല്ലെ, ഒരു ഗോളാണ്, ചലിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഗോളാണ് ഭൂമി, അനങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ ഗോളാണ് ഭൂമി. ഭൂമിക്ക് അതിൻ്റെതായ ഭ്രമണ പഥമുണ്ട്, അല്ലെ? അതിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ നമ്മളിങ്ങനെ സൗരയൂഥം നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കറങ്ങുന്നത് പോലെ ഭൂമിയും അതിന്റെ രൂപത്തിൽ കറങ്ങാണ്. പക്ഷെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ഇല്ല. അത് ചിന്തിച്ചുകൊണ്ട് ഏതെങ്കിലും എഞ്ചിനീയർ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ബേക്കടിച്ചിട്ടുണ്ടോ? നമ്മളെങ്ങനെ ബിൽഡിംഗ് ഉണ്ടാക്കി? ഇത് കറങ്ങിക്കൊണ്ടിരിക്കല്ലേ, അഥവാ ചെരിഞ്ഞാലോ? അള്ളാഹു പറയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവൻ നിങ്ങൾക്ക് വിരിപ്പാക്കി. ഒന്നും സംഭവിക്കില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ സംഭവിക്കുക നമ്മൾ കാണുന്നുണ്ട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ, ആകാശത്തൊരു മേൽക്കൂരയാക്കി നിങ്ങൾക്ക് തന്നു. വലിയ സംവിധാനമാണ്. ഒന്നും ഭൂമിയിലേക്ക് അങ്ങനെ വന്ന് പതിക്കൂല. എന്തൊക്കെയോ സംഗതികൾ ആകാശത്തുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, നമ്മളൊന്നും അറിയുന്നില്ല. പൊട്ടുന്നുണ്ട്, ചീറ്റുന്നുണ്ട്, അല്ലെ, പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ ആകാശത്ത് നിങ്ങൾക്കൊരു മേൽക്കൂരയാക്കി തന്നു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ പറയാണ്. എന്തിന്? ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ റബ്ബിനെ, ഇലാഹായ അള്ളാഹുവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. ആരാണവൻ? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല ലക്കും മിനസ് സമാഇ മാഅ.
ആശ്വാസമായിട്ട് മനുഷ്യൻ കാണുന്ന ഒരു സംഗതിയെ അള്ളാഹു എടുത്ത് പറയാണ്. ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ച് നൽകുന്ന അള്ളാഹ്. നിങ്ങൾ ആരെയാണ് ഇബാദത്ത് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് അറിയാത്ത ആരെയോ അല്ല. നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. ആ വെള്ളത്തെ ആകാശത്ത് നിന്നും നിങ്ങൾക്ക് സമൃദ്ധമായി ഇറക്കിത്തരുന്നവൻ. അൻസല മിനസ്സമാഇ മാഅ, വെള്ളത്തെ ഇറക്കിത്തരിക. വെള്ളം ഇല്ലാത്ത അവസ്ഥ എല്ലാവർക്കും അറിയാം. നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമാണ് ആ അവസ്ഥ. ആ അവസ്ഥയിൽ മനുഷ്യന് ഭൂമിയെ കുളിർക്കത്തക്ക വെള്ളത്തെ സമൃദ്ധമായി അയച്ചവൻ. പോരാ, വെള്ളം വീണാ മതിയോ? നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനും ആ ഭൂമിയിൽ നിന്ന് ആ വെള്ളം കൊണ്ട് സസ്യലതാദികളെ മുളപ്പിച്ചവൻ. ഭൂമിയിൽ നിന്ന് മുളക്കാതെ പിന്നെ ആലോചിച്ചോക്ക്, ഭൂമിയിൽ നിന്ന് മുളക്കാതെ ഒന്നും സംഭവിക്കില്ലേ ഭൂമിയിൽ? എല്ലാം വിത്തിൽ നിന്നാ. എന്തും മുളക്കണം. ചെടിയിൽ നിന്ന്, മരങ്ങളിൽ നിന്ന്, ഭക്ഷണം നമ്മൾ കഴിക്കുന്നതെല്ലാം അല്ലെ, ഭൂമിയിൽ നിന്ന് മുളക്കാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്കുള്ള റിസ്ക് ആ ഭൂമിയിൽ നിന്നും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നു. എന്നിട്ടുള്ള പറയാണ്, തുടക്കം നമ്മൾ പറഞ്ഞു എന്ന് തുടങ്ങിയിട്ടാണ് അള്ളാഹു ഈ ആയത്ത് തുടങ്ങുന്നത്. ഇനി തൊട്ടുമുള്ള ആയത്ത് യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. തഫ്സീർ എന്താണ്? യുവഹിദൂ, അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം. അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, എന്നിട്ട് അല്ലദീ ജഅല ലക്കും അൽ-അർള ഫിറാശ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്-സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ്-സമറാത്തി റിസ്ഖൻ ലക്കും. അവിടെ വരെയായ എന്നിട്ട് അള്ളാഹു അവസാനിപ്പിക്കുകയാണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. അതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ സമന്മാരെ ഉണ്ടാക്കരുതേ, അള്ളാഹുവിന് നിങ്ങൾ പകരക്കാരെ ഉണ്ടാക്കരുതേ. ഒന്ന് ആലോചിച്ച് നോക്ക്, അള്ളാഹു തുടങ്ങുന്നതും തൗഹീദാണ്, അവസാനിപ്പിക്കുന്നത് തൗഹീദാണ്. അതിൻ്റെ ഇടയിൽ ഈ ഉലൂഹിയത്തിനെ സ്ഥാപിക്കാൻ അള്ളാഹു എന്താണ് വിശദീകരിച്ചത്? അള്ളാഹുവിന്റെ റുബൂബിയത്ത്. അപ്പൊ ഒടുക്കവും തുടക്കവും അള്ളാഹു ശക്തമാക്കാൻ ഉദ്ദേശിച്ചത് ഉലൂഹിയത്താണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ റുബൂബിയത്ത് സംസാരിക്കണം. അപ്പൊ അള്ളാഹു റബ്ബാവൻ ഒന്നാമത്തത്, അള്ളാഹു ഖാലിഖ്. അള്ളാഹു പറഞ്ഞു അല്ലാഹുല്ലദീ, അള്ളാഹു ആരാണ് അവൻ? അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അവനാണ്. വമാ ബൈനഹുമാ, അതിൻ്റെ ഇടയിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത് അവനാണ്. ഫീ സിത്തത്തി അയ്യാം, 6 ദിവസങ്ങളിലായിട്ട് എല്ലാം അത് അള്ളാഹു സ്ഥാപിക്കാണ്. അള്ളാഹു മാത്രമാണ് ഖാലിഖ്. ഭൂമിയിൽ മതങ്ങൾ ഒരുപാട്, ഇസങ്ങൾ ഒരുപാട്, പ്രത്യാശാസ്ത്രങ്ങൾ ഒരുപാട്, ചിന്താധാരകൾ ഒരുപാട് അല്ലെ, അവനവന് തോന്നുന്ന ചിന്തകൾ ഒരുപാട് ഒരുപാട് ഒരുപാട്. ഇന്നിതുവരെ ഈ ഭൂമി സൃഷ്ടിച്ചത് ഇന്ന ആളാണ്, ആകാശം സൃഷ്ടിച്ചത് ഇന്ന ആളാണ്, ഏതെങ്കിലും മതക്കാർ, ഏതെങ്കിലും ഇസക്കാർ, ഏതെങ്കിലും ബുദ്ധിജീവികൾ ഇന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇന്ന ദൈവമാണ്, അല്ലെങ്കിൽ ഇന്ന നമ്മളുടെ ദേവതയാണ്, അല്ലെങ്കിൽ ഇന്ന നമ്മളുടെ ദേവനാണ്, ഇന്ന നമ്മളുടെ ഷെയ്ഖാണ്, ആരും പറഞ്ഞിട്ടില്ല. അതങ്ങനെ ഉണ്ടായതാണെന്ന് പൊട്ടത്തരം പറയാന്നല്ലാതെ, അതങ്ങനെ ഉണ്ടായതാണെന്നുള്ള പൊട്ടത്തരം പറയാന്നല്ലാതെ ആധികാരികമായിട്ട് ഇന്ന ആളാണ് എന്ന് ആരും പറഞ്ഞു കഴിയില്ല. ക്രിസ്തുമതം പഠിച്ച് ബേക്കോട്ട് പോയ ഈസാ നബിയിലാണ് എത്തുക. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുന്നത്. നമ്മൾ വിളിച്ച് തേടേണ്ടത് ഈസാ നബിയെയും ഉമ്മ മറിയം ബിബിയെയും ആണ് എന്ന് പറയുന്നവർ അതിന്റെ മുമ്പോട്ട് പോയ ഈസാ നബി കുഞ്ഞായി ജനിച്ചൊരു ആളാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആകാശം സൃഷ്ടിച്ചത് എന്നാൽ അതിനേക്കാൾ വലിയ പൊട്ടത്തിന് വേറൊന്നുണ്ടല്ലോ ഭൂമിയിൽ. അവർ പറയില്ല, അവർ പറഞ്ഞിട്ടില്ല. മറ്റ് മതങ്ങൾ എടുക്കുക, മറ്റു മതങ്ങളും അവർ അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരമൂർത്തിയായി കാണുന്ന അവരുടെ ദേവന്മാരും ദേവിമാരും അവരെ കുറിച്ച് പഠിക്കും. ചരിത്രം വിശാലമാണ് അല്ലെ. അവര് ജനിച്ചവരാണ്, അവര് കളിച്ചവരാണ്, അവരെ ജനിപ്പിച്ച ഉമ്മയുണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ട്. അപ്പം ഭൂമി സൃഷ്ടിച്ചത് അവരല്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. പിന്നെ ആരാണ്? അള്ളാഹു പറയുന്നു അള്ളാഹുവാൻ, നമ്മൾ പറയുന്നു അള്ളാഹുവാൻ. അതുകൊണ്ട് അള്ളാഹുവ മാത്രമാണ് ഖാലിഖ്. അപ്പൊ റബ്ബാവാനുള്ള ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഖാലിഖ് ആവുക എന്നുള്ളതാണ്. അത് അള്ളാഹു മാത്രമാണെന്ന് അംഗീകരിച്ചേ പറ്റും. അതിന് ആരായാലും ശരി,
ഏത് മതക്കാരനായാലും ശരി, ആ മതക്കാരനെ ഇരുത്തിക്കൊണ്ട് നിങ്ങളെ ആരൊക്കെയാണ് വിളിച്ച് തേടുന്നത് എന്ന് ചോദിച്ചാൽ ഹൈന്ദവ മതക്കാര് കുറെ ആളുകൾ എണ്ണും. നമ്മൾ ചോദിക്കും ഇവരൊക്കെയാണോ ആകാശം സൃഷ്ടിച്ചത്? ഇല്ല. പിന്നെ ഭഗവാൻ, ഈശ്വരൻ, ജഗൻ നിയന്ത്രാവ് ആരാ? അതിൻ്റെയൊക്കെ മുകളിൽ ഒരാളുണ്ട്. അവർ പറയും. ഒരിക്കലും ഈസാ നബിയാണെന്ന് ക്രിസ്ത്യാനികൾ പറയില്ല, ബൈബിളും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. അപ്പം അള്ളാഹു ആണെന്ന് അംഗീകരിച്ചേ പറ്റൂ. നമ്മൾ പറയുന്നു അതെ, അതിന്റെ അപ്പുറം ഒരു ശക്തി ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നു അള്ളാഹു ആണ് ആകാശം സൃഷ്ടിച്ചവൻ. അതുകൊണ്ട് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഖാലിഖാവുക, അത് അള്ളാഹു ആണ്. രണ്ടാമത്തത് മാലിക്കാവുക, ഉടമസ്ഥനാവുക. ഒന്നാമത്തത് ഖാലിഖാവുക, രണ്ടാമത്തത് മാലിക്ക, ഉടമസ്ഥനാവുക, അതിന്റെ മുതലാളിയാവുക. ആകാശത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, പക്ഷെ അതിന്റെ മുതലാളി വേറെ ആരുമാണ്? പറയാൻ പറ്റുമോ? നമ്മളുടെ ഇടയിൽ തന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, അല്ലെ? നമ്മളെ ഉടമസ്ഥതയിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി, നമ്മൾ ചെലവഴിച്ച്, നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയ സാധനത്തിന് ഇതിന്റെ മുതലാളി വേറെ ആരോ ആണ്. ഇല്ല, നമ്മൾ പറയും ഇത് ആരാണ് ഉണ്ടാക്കിയത്, ആരാണ് ഇതിന് പൈസ ഇട്ടത്, ആരാണ് ചെലവാക്കിയത്, ആരാണ് അധ്വാനിച്ചുണ്ടാക്കിയത്, അവനാണ് എന്റെ മുതലാളി. അത് വീടായാലും ബിൽഡിംഗ് ആയാലും കച്ചവടമായാലും എന്താണ് മുതലാളി അയാള്. ആകാശം സൃഷ്ടിച്ചത് അല്ലാഹു, ഭൂമി സൃഷ്ടിച്ചത് അല്ലാഹു, സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ കണ്ടതും കാണാത്തതുമായ പ്രപഞ്ചത്തിലുള്ള സർവ്വതിനെയും സൃഷ്ടിച്ചത് അല്ലാഹു. അപ്പൊ അതിന്റെ ഖാലിഖ്, അതിന്റെ മാലിക്, ഉടമസ്ഥൻ, അതിന്റെ ഓണർ, അതിന്റെ മുതലാളി അല്ലാഹ്. അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. ആരെങ്കിലും ഒരാൾ ഖാലിഖ് അല്ലാഹു ആണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ മേൽ നിർബന്ധമാണ് മാലിക്കും അല്ലാഹു ആണെന്ന് അംഗീകരിക്കൽ. വേറെ വഴിയൊന്നുമില്ല. ഇതൊക്കെ സംവിധാനിച്ചത് അള്ളാഹു ആണെന്ന് ഒരാൾ അംഗീകരിക്കുകയാണ്. ശരിയാണ്, ആകാശം സൃഷ്ടിച്ചതല്ല, ഭൂമി സൃഷ്ടിച്ചതല്ല, അവന്റെ മേൽ അനിവാര്യമായിട്ട് വരും മാലിക്കും അള്ളാഹു ആണെന്ന് സ്ഥിരീകരിക്കൽ. അപ്പം മാലിക്കും അള്ളാഹു ആണ്, ഉടമസ്ഥൻ മാലിക്. അപ്പൊ ആകാശം സൃഷ്ടിച്ചത്, ഭൂമി സൃഷ്ടിച്ചത്, അതിന്റെ ഒക്കെ ഉടമസ്ഥൻ അള്ളാഹു. അപ്പൊ രണ്ട് കഴിഞ്ഞു. ഈ രണ്ടും ആരേ ഉള്ളൂ? അള്ളാഹു മാത്രം. വേറൊരാൾക്കും വാദിക്കാൻ കഴിയില്ല അയാളാണ്. വേറൊരു മതത്തിന് വാദിക്കാൻ കഴിയില്ല അവരുടെ മതത്തിൽ നിന്ന ആളാണ്. മൂന്നാമത്തത് തദ്ബീർ, മുദബ്ബിർ ആവുക, നിയന്ത്രിക്കുക. നിർമ്മിച്ചവനും അല്ലാഹ്, അതിനെ ഉടമപ്പെടുത്തിയവനും അല്ലാഹ്. പിന്നെ വേറെ ആരൊക്കെയോ നിയന്ത്രിക്കാണെന്ന് പറയൽ മഹാ അബദ്ധം. അങ്ങനെ പറഞ്ഞു ചിലരൊക്കെ, ഇന്നാളെ നിയന്ത്രിക്കാതെ. വലിയ പൊട്ടത്തരം. അപ്പൊ മുദബ്ബിർ അല്ലാഹു ആണെന്ന് അംഗീകരിക്കണം. ഖാലിഖ് അല്ലാഹു ആണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ മാലിക്കും അല്ലാഹു ആണെന്ന് അംഗീകരിച്ചേ പറ്റൂ. തദ്ബീറും അല്ലാഹുവിന്റെ കയ്യിലാണ്. ആകാശത്തെ സംവിധാനിച്ചവൻ അതിനെ നിയന്ത്രിക്കുന്നു. സൂര്യനെ സൃഷ്ടിച്ചവൻ, അതിനെ ഉടമപ്പെടുത്തിയവൻ അതിനെ നിയന്ത്രിക്കുന്നു. അവിടെ എവിടെ ഉദിക്കണം, എങ്ങനെ ഉദിക്കണം, എപ്പോ ഉദിക്കണം, എപ്പോ അസ്തമിക്കണം, എപ്പം പടിഞ്ഞാറിൽ നിന്ന് ഉദിക്കണം എന്നും അള്ളാഹു നിയന്ത്രിക്കും. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം നമ്രൂദിനോട് ചോദിച്ചത്. നമ്രൂദ്, ഞാനാണ് എല്ലാം കഴിവുള്ള ആള്, ഞാൻ ജയിപ്പിക്കും, ഞാൻ മരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് വീരവാദം നമ്രൂദ് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി ഉടനെ തന്നെ ഇബ്രാഹിം നബി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാറ് നിന്ന് എന്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യനെ ഉദിപ്പിക്കുകയും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുകയും ചെയ്യുന്നു. നീയാണ് റബ്ബ് എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, പടിഞ്ഞാറെന്ന് ഉദിപ്പിക്കുക. അതെന്താ? നാണം കെട്ടുപോയി ആ ചോദ്യത്തിന്. എനിക്കെല്ലാം കഴിയും എന്ന് പറഞ്ഞ നമ്രൂദ് ആ ചോദ്യത്തിന് മുമ്പിൽ നാണം കെട്ടുപോയി. കാരണം അള്ളാഹുവിൻ്റെതാണ്, ഇതൊക്കെ എന്റേതാണ് എന്ന് പറഞ്ഞ നമ്രൂദ് നാണം കെട്ടു. ഫിർഔൻ, അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ് എന്ന് പറഞ്ഞ ഫിർഔൻ അവസാനം മുങ്ങിച്ചാവാണ്, പറയേണ്ടി വന്നു. ആമൻതു ബി റബ്ബി മൂസ വ ഹാറൂൻ, ഹാറൂന്റെയും മൂസാന്റെയും റബ്ബിനെ ഞാനിത് അംഗീകരിച്ചിരിക്കുന്നു. എല്ലാം ഫ്ലോപ്പായി. അപ്പം ഖാലിഖ് അല്ലാഹു, മാലിക് അല്ലാഹു, മുദബ്ബിർ അല്ലാഹു, തദ്ബീർ പൂർണ്ണമായിട്ടും അല്ലാഹുവിന്റെ കയ്യിലാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബ് അല്ലാഹു ആവാൻ ആവശ്യമായ 3 ക്വാളിഫിക്കേഷൻ ഇതാണ്. അപ്പൊ ഖാലിഖ് അല്ലാഹു ആണെങ്കിൽ മാലിക് അല്ലാഹു ആണ്, മുദബ്ബിർ അല്ലാഹു ആണ്. ഇത് 3ഉം അല്ലാഹു ആണ് എങ്കിൽ ഈ 3ഉം അടങ്ങിയ ആൾക്കാണ് നമ്മൾ റബ്ബ് എന്ന് പറയുക. അപ്പൊ റബ്ബ് ആരേ ഉള്ളൂ? അല്ലാഹ് മാത്രം. അംഗീകരിച്ചു കൊടുത്തേ പറ്റൂ. അത് ആരായാലും. വെറുതെ എന്തൊക്കെയോ പൊട്ടത്തരം പറഞ്ഞിട്ട് അതൊന്നും പറഞ്ഞ് കഴിച്ചിലാവാന്നല്ലാതെ അവന്റെ ബുദ്ധി സലീമാണ് എങ്കിൽ, ആള് നോർമലാണ് എങ്കിൽ അംഗീകരിച്ചേ പറ്റുള്ളൂ റബ്ബ് അല്ലാഹു ആണ്. ഇനി റബ്ബ് അല്ലാഹു ആണ് എങ്കിൽ, അല്ലാഹു ഓരോന്ന് അംഗീകരിപ്പിക്കാണ്. റബ്ബ് അല്ലാഹു ആണ് എങ്കിൽ ആരാണോ റബ്ബ്, ആ റബ്ബിനെ ഇലാഹാവാനുള്ള യോഗ്യതയുള്ളൂ. ആരാധിക്കപ്പെടാൻ, മഅബൂദാവാൻ യോഗ്യത ആർക്കേ ഉള്ളൂ?
ആരാണോ റബ്ബ്, ആ റബ്ബിനെയുള്ളൂ. നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞു. നോർമൽ ബുദ്ധിയുള്ള ഓരോരുത്തരും അംഗീകരിച്ചു കഴിഞ്ഞു ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന്. അവൻ അംഗീകരിച്ചു റബ്ബ് അള്ളാഹു മാത്രമാണെന്ന്. അങ്ങനെയാണെങ്കിൽ അവൻ അംഗീകരിച്ചേ പറ്റൂ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന്. ഇത് അള്ളാഹു സ്ഥാപിക്കാണ് പരിശുദ്ധ ഖുർആൻ. അടിസ്ഥാനപരമായിട്ട് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇതാണ്. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മാലിക്, അള്ളാഹുവാണ് മുദബ്ബിർ എന്ന് അള്ളാഹു വിശദീകരിച്ചു. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. മുൽക്ക്, അധികാരം അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ അള്ളാഹു അധികാരം ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ അല്ലദീ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ് വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അള്ളാഹുവിന്റെ അധികാരത്തിൽ അള്ളാഹു ആരെയും ശരീക്കാക്കിയിട്ടില്ല, ഒരാൾക്കും പാർട്ണർഷിപ്പ് ഇല്ല. ആ അള്ളാഹുവിന്റെ കയ്യിലാണ്. പക്ഷെ അള്ളാഹു ഇന്ന ആക്കും കൂടി മുൽക്ക് കൊടുത്തിട്ടുണ്ട്, അയാളും കൂടി ഭരിക്കുകയാണ്. ഇല്ല, അള്ളാഹ് നിഷേധിച്ചു. ഇല്ല, അങ്ങനെ ആർക്കും ഞാൻ കൊടുത്തിട്ടില്ല. അധികാരം പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ കയ്യിലാണ്. ആ അധികാരം അള്ളാഹു ആർക്കും കൊടുത്തിട്ടില്ല. വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അള്ളാഹു ആർക്കും അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹു ഇത് അള്ളാഹുവിന് വേണ്ടി സ്ഥാപിച്ചു, അള്ളാഹുവിന് മാത്രമേ ഇതുള്ളൂ എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, മറ്റാർക്കും അത് ഇല്ല എന്നും അള്ളാഹ് സ്ഥാപിച്ചു. അല്ലെ, ഒരു കാര്യം പൂർണ്ണമാവൽ അങ്ങനെയാണല്ലോ, ഒരു കാര്യം പൂർത്തിയാവൽ അങ്ങനെയാണ്. ഇത് അള്ളാഹു മാത്രമാണ് ഖാലിഖ്, അള്ളാഹു മാത്രമാണ് മുദബ്ബിർ, അള്ളാഹു മാത്രമാണ് മാലിക് എന്നൊക്കെ അംഗീകരിക്കുക അല്ലെങ്കിൽ എന്നൊക്കെ സ്ഥാപിക്കുക എന്നത് മാത്രമല്ല അള്ളാഹ് ചെയ്തത്. പിന്നെ എന്തുകൂടി ചെയ്തു? ഇതെന്റേതാണ് എന്ന് മാത്രം ഞാൻ പറയലില്ല, ഇത് വേറെ ആരതുമല്ല എന്ന് പറയുമ്പോഴാണ് പൂർണ്ണത. ഇതെന്റേതാണ് എന്ന് പറയുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് ഇത് എന്റേതും കൂടിയാണ്, അപ്പൊ രണ്ടാമതും കൂടിയായി. രണ്ടാമതും കൂടി ഇതെന്റേതാണെന്ന് ഞാൻ പറയുന്നു, അദ്ദേഹം അതേപോലെ ഇതെന്റേതാണെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ രണ്ടാമതും കൂടി. അതേ സ്ഥലത്ത് ഞാൻ പറയാണ് ഇതെന്റേത് മാത്രം, നിങ്ങളുടെ ആരുടേതുമല്ല. അദ്ദേഹത്തിന് വന്നിട്ട് ഇത് എന്റെ കൂടി പറയാൻ പറ്റോ? ഇല്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എന്റെ വാക്കിൽ എന്തായി? ഇതെന്റേത് മാത്രമാണ്, നിങ്ങളുടേത് ആരുടേതുമല്ല എന്ന് കൂടി ഞാൻ പറയണം. അപ്പോഴാണ് ഇത് വേറെ ആർക്കും പിന്നാലെ കീഴാൻ പറ്റില്ല. മറ്റേതോ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇദ്ദേഹം വന്നിട്ട് എന്നെയും കൂടെ നമ്മളിതും കൂടി നമ്മൾ രണ്ടോ. അള്ളാഹു ഖാലിഖാണ് എന്ന് അള്ളാഹു സ്ഥാപിക്കുക മാത്രമല്ല ചെയ്തത്, അള്ളാഹു പറഞ്ഞു ഖൽഖിയ്യത്ത് അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹു അല്ലാത്ത വേറെ ആർക്കും അത് കഴിയില്ല. അള്ളാഹു വീണ്ടും വിളിച്ചു. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു ആദ്യം വിളിച്ചതുപോലെ രണ്ടാമത് വീണ്ടും സൂറത്തുൽ ഹജ്ജിൽ അള്ളാഹ് വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്. ആ ബഖറയിൽ യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനും ഈ ഭൂമിയെയും ആകാശത്തെയും ഈ ഭൂമിയിൽ കാണുന്ന സർവസത്തെയും സൃഷ്ടിച്ചത് ഞാനാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തി. എന്നാൽ വേറെ കാര്യം കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്, ഇത് വേറെ ആർക്കും പറ്റൂല എന്നും കൂടി നിങ്ങൾ ബോധ്യപ്പെടും. എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് മാത്രമല്ല, വേറെ ആർക്കും പറ്റൂല എന്നും ബോധ്യപ്പെടണം. അള്ളാഹു വീണ്ടും വിളിച്ചു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ. ഞാൻ നിങ്ങൾക്കൊരു ഉപമ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം മക്കക്കാര് അബൂജഹൽ അടക്കമുള്ള മക്കക്കാര് പറഞ്ഞു ഖാലിഖ് അല്ലാഹുവാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിഖ് അല്ലാഹുവാണെന്ന് പറഞ്ഞപ്പോ അബൂജഹൽ അടക്കമുള്ളവർ അംഗീകരിച്ചു. ശരി, ഖാലിഖ് അല്ലാഹു, കുഴപ്പമൊന്നുമില്ല. മാലിക് അല്ലാഹു, അതെ കുഴപ്പമൊന്നുമില്ല. റാസിഖ് അല്ലാഹു, അതെ കുഴപ്പമൊന്നുമില്ല. മുദബ്ബിർ അല്ലാഹു, അതെ അതിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. മക്കക്കാരെല്ലാവരും അംഗീകരിച്ചതാണ്. അബൂജഹൽ അടക്കമുള്ള ഉത്ബത്ത് ഷൈബത്ത് അടക്കമുള്ള മക്കയിലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബാക്കളെയും ക്രൂരമായി മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത അവർ അള്ളാഹു ഖാലിഖാണെന്ന് അംഗീകരിച്ചവരാണ്, അള്ളാഹു മാലിക്കാണെന്ന് അംഗീകരിച്ചവരാണ്. അപ്പൊ ഇത് അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അങ്ങനെയാകുമ്പോ എല്ലാവരും ഒരേപോലെയായി. അവിടെ അള്ളാഹു തിരുത്താണ്. അള്ളാഹു എന്ന് പറയുന്നു അള്ളാഹുന് മാത്രമേ ഉള്ളൂ. ഫസ്തമിഊന, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. എന്നിട്ടുള്ള പറയാണ്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബാ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ തേടുന്ന ആരൊക്കെയുണ്ടോ, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ തേടുന്ന ആരൊക്കെയുണ്ടോ, ഖാലിഖാണെന്ന് വിശ്വസിച്ച് അള്ളാഹു ഖാലിഖാണെന്ന് അംഗീകരിച്ച അബൂജഹലിനോട് അള്ളാഹ് പറയാണ്, അള്ളാഹു ഖാലിഖാണെന്ന് നിങ്ങൾ അംഗീകരിക്കുന്നു, എന്നാ കേട്ടോ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വേറെ ആരെയൊക്കെയോ വിളിക്കുന്നുണ്ട്. അള്ളാഹു ഖാലിഖാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം
അള്ളാഹു മാലിക്കാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം, അള്ളാഹു റാസിഖാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം മക്കത്തെ മുശ്രിക്കീങ്ങൾ വേറെ ആരൊക്കെയോ വിളിക്കുന്നുണ്ട്, ലാത്തിയെയും അസ്സയെയും മനാത്തിയെയും വിളിക്കുന്നുണ്ട്. അത് ശരിയാവൂല. എന്നിട്ട് അള്ളാഹ് പറയാനില്ല, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിക്കുന്നുണ്ടോ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കൂല കേട്ടോ. അള്ളാഹു നിഷേധിക്കാണ്. അപ്പൊ ഒരു കാലത്ത് സ്ഥിരപ്പെടുത്താൻ, അതുകൊണ്ടാണ് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് 2 റുക്ന് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് 2 റുക്നുണ്ടെന്ന് പറഞ്ഞതാണ്. ഇസ്ബാത്തും നഫിയും. ഇസ്ബാത്തും ആവശ്യമാണ്, നഫിയും ആവശ്യമാണ്. അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോരാ, അള്ളാഹു അല്ലാത്തവർ ഇല്ല എന്നുമാണ്. ലാ ഇലാഹ നിഷേധമാണ്. ഇവിടെ അള്ളാഹുവാണ് ഖാലിഖ് എന്ന ആദ്യ സൂറത്തുൽ ബഖറയിൽ സ്ഥാപിച്ചത് പുറമെ അള്ളാഹു സൂറത്തുൽ ഹജ്ജിൽ എന്നും സ്ഥാപിച്ചു, അള്ളാഹു അല്ലാതെ വേറെ ആരൊന്നിനെയും സൃഷ്ടിക്കുന്നില്ല. ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം അള്ളാഹുവാണ് ഖാലിഖ് എന്ന് അംഗീകരിച്ച നിങ്ങൾ, ആ അള്ളാഹുവാണ് മാലിക് എന്ന് അംഗീകരിച്ച നിങ്ങൾ, അള്ളാഹുവാണ് മുദബ്ബിർ എന്ന് അംഗീകരിച്ച നിങ്ങൾ, റബ്ബ് അള്ളാഹുവാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. ആ റബ്ബ് മാത്രമേ ഇലാഹാണെന്ന് അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള അള്ളാഹു മാത്രമാണ് ഇലാഹ് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ലാത്ത് പറ്റൂല, പിന്നെ നിങ്ങൾക്ക് ഉസ്സ പറ്റൂല. കാരണം നിങ്ങൾ അവരൊക്കെ ഇലാഹാക്കിയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഇവരോടൊക്കെ നിങ്ങൾ തേടാണ്. അത് പറയാണ് പറ്റൂല, അത് ശരിയല്ലല്ലോ. ഖാലിഖ് അല്ലാഹ് മാത്രല്ലേ. പിന്നെ കൊളായി, നിങ്ങളെ വാദം തെറ്റി. നിങ്ങൾ പറഞ്ഞ ഖാലിഖ് അല്ലാഹ്, മാലിക് അല്ലാഹ്, റാസിഖ് അല്ലാഹ്, പിന്നെ നിങ്ങൾ എങ്ങനെയാ ലാത്തിനെ വിളിക്കുക, ഉസ്സനെ വിളിക്കുക? അള്ളാഹ് ഒന്നും കൂടി അവർക്ക് സ്ഥിരപ്പെടുത്തി കൊടുക്കാണ്, അവർ സൃഷ്ടിക്കല് പോയിട്ട് ഒരു ഈച്ചനെ പോലെ അവർ സൃഷ്ടിക്കൂല. അള്ളാഹ് പറയാണ്, എല്ലാവരും ഒരുമിച്ച് കൂടിയാലും ശരി, അവരുടെ കഴിവുകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള ബോധ്യപ്പെടുത്തുകയാണ്. ഈ പറഞ്ഞ നിങ്ങൾ വിളിക്കുന്ന ഇനി മനുഷ്യന്റെ അപ്പുറം ജിന്നുകളുണ്ടോ? അവരെ വിളിച്ചോ, കഴിവുണ്ട്, അവർക്ക് അത് കഴിയും, അവർക്ക് ഇത് കഴിയും, അവർ അങ്ങനെ ഹാജറാവും, അവരിങ്ങനെ ഹാജറാവും എന്നൊക്കെ നിങ്ങൾ പറയുന്ന ജിന്നുകൾ, മലക്കുകൾ കഴിവുള്ളവരല്ലേ? മനുഷ്യനേക്കാൾ കഴിവുള്ളവരാണ് ജിന്നുകൾ. മനുഷ്യനെ സാധിക്കാത്തത്, അതിനേക്കാൾ കഴിവുള്ള മലക്കുകൾ എപ്പോഴും ഉണ്ടാവും. ഈ സദസ്സിന് മലക്കുകളില്ലേ? ഉണ്ട്, ഹദീസാണ്. നീ പറയുന്ന സദസ്സുകൾ മലക്കുകളുണ്ട്, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന സദസ്സിന് മലക്കുകളുണ്ട്. അവർ സ്പോട്ടിൽ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുന്നു, വിവരങ്ങൾ എത്തിക്കുന്നു, അതേ സ്പോട്ടിൽ ഇവിടെ എത്തുന്നു. അങ്ങനെ അള്ളാഹു സംവിധാനിച്ചവരാണ് മലക്കുകൾ, അത്ഭുത സൃഷ്ടികളാണ് മലക്കുകൾ. അള്ളാഹ് പറയാണ്, അവരെയും വിളിച്ചോ, അവർക്ക് കഴിയില്ലേ? അവരെയും വിളിച്ചു. അള്ളാഹ് പറയാണ്, അവരെയും നിങ്ങൾ വിളിച്ചു. ഈ പറഞ്ഞ എല്ലാവരും എന്തൊക്കെ കഴിവുണ്ട് എന്ന് നിങ്ങൾ ജൽപ്പിക്കുന്നുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളി. എല്ലാരെയും വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, ഒരു ഈച്ച തട്ടിയെടുത്തുകൊണ്ട് പോയ ഒരു ഭക്ഷണത്തിന്റെ കഷ്ണം, ആലോചിക്കണം, അത് അത്ര നിസ്സാരപ്പെടുത്താണ് അള്ളാഹു അല്ലാത്തവരെ. അള്ളാഹു അല്ലാതെ നമ്മള് ആ ഷെയ്ഖിന് അങ്ങനെയുണ്ട്, ഈ ഷെയ്ഖിന് ഇങ്ങനെയുണ്ട്, ഇയാൾക്ക് ഇങ്ങനെയുണ്ട്, അയാൾ അങ്ങനെയാണ്, അല്ലെ, എന്തൊക്കെയാ പറയാ. അള്ളാഹ് പറയാണ്, ഒന്നുമില്ല. നിങ്ങൾ എന്ത് വലിയ ഷെയ്ഖാണെന്നും അയാൾ അങ്ങനെയാണെന്നും എത്ര വലിയ ആണെന്നും നബിയാണെന്നും അതിനപ്പുറം മലക്കാണെന്നും നിങ്ങൾ പറഞ്ഞാൽ ശരി, പറ, ഒരു ഈച്ച ഇങ്ങനെ പാറി വന്ന് ഒരു ബിസ്ക്കറ്റിന്റെ കഷ്ണത്തിന്റെ മേലെ ഇരുന്നിട്ട് ആ ഈച്ചന്റെ കാലിന്റെ അടിയിൽ തട്ടിയ ചെറിയ ബിസ്ക്കറ്റിന്റെ കഷ്ണമായിട്ട് ആ ഈച്ച പറന്നു പോയാൽ അതൊന്ന് തിരിച്ചുകൊണ്ടുപോവാ. അള്ളാഹ് പറയാണ്, ആ ഈച്ചയിൽ നിന്ന് അത് തിരിച്ചു കൊണ്ടുവരാൻ ഒരു ഷെയ്ഖിനും കഴിയില്ല, ഒരു വലിയനും കഴിയില്ല, ഒരു നബിക്കും കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല, ഒരു മലക്കിനും കഴിയില്ല, ആർക്കും കഴിയില്ല. നിഷേധിക്കണം. അള്ളാഹു ഖാലിഖാണെന്ന് അംഗീകരിച്ച അള്ളാഹ് വേറെ ആരും ഖാലിഖല്ല എന്നുള്ള നിഷേധിക്കണം. വേറെ ആരുമല്ല, ഞാൻ മാത്രം. എന്നിട്ടുള്ള പറഞ്ഞെന്താ? അപേക്ഷിക്കുന്നവനും തേടുന്നവനും തേടപ്പെടുന്നവനും ബലഹീനന്മാരാണ്. ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും, ചോദിക്കുന്ന മനുഷ്യനും ചോദിക്കപ്പെടുന്ന ഷെയ്ഖും, ചോദിക്കുന്ന മനുഷ്യനും ചോദിക്കപ്പെടുന്ന ജിന്നും, ചോദിക്കുന്ന മനുഷ്യനും ചോദിക്കപ്പെടുന്ന മലക്കും, എല്ലാരും ബലഹീനന്മാര്. ആർക്കൊന്നിനും കഴിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുക്ക് മാത്രം. അടുത്ത ആയത്തിൽ എന്താ പറഞ്ഞേ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അല്ലെ, അതിന്റെ ഒരു പ്രശ്നത്തിന്റെ ഇത് പറയണമല്ലോ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? റീസൺ പറയണ്ടേ? അല്ലെ, എന്നാലല്ല ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ. ഒരു രോഗം, അതിന്റെ കാരണം കണ്ടുപിടിക്കണം, അപ്പോഴത് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം അല്ലാഹ് പറയാണ്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, നിങ്ങൾ അല്ലാഹനെ അറിയേണ്ടത് പോലെ അറിഞ്ഞിട്ടില്ല.
അള്ളാഹ് റബ്ബാണെന്ന് അങ്ങ് അംഗീകരിച്ചു, അള്ളാഹ് ഖാലിഖാണെന്ന് അംഗീകരിച്ചു, അള്ളാഹ് മാലിക്കാണെന്ന് അംഗീകരിച്ചു, അള്ളാഹ് മുദബ്ബിറാണെന്ന് അംഗീകരിച്ചു. അതിന്റെ അപ്പുറം നിങ്ങൾ അറിയേണ്ടത് പോലെ അള്ളാൻ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ മഹത്വം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, അള്ളാഹുവിന്റെ ആഗമത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കേവലം തലവേന വന്ന സഹിക്കാൻ പറ്റാത്ത മനുഷ്യന്റെ അടുത്തേക്ക് പോകുന്നത്. ഒരു വയറ്റുനോക്ക് വന്ന ബാത്റൂമിൽ നിന്ന് എണീക്കാത്ത മനുഷ്യന്റെ അടുത്തേക്ക് നിങ്ങൾ എന്റെ രോഗം മാറ്റണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ കേട്ടു എന്നല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല. അള്ളാഹുവിനെ കുറിച്ച് യഥാർത്ഥമായിട്ട് അബൂജഹൽ അറിഞ്ഞിരുന്നെങ്കിൽ അബൂലഹബ് ലാത്തിന്റെ മുമ്പിൽ പോയിട്ട് കുമ്പസരിക്കൂലായിരുന്നു. അതന്ന് സ്ഥിരപ്പെടുത്താണ്. മക്കത്തെ മുശ്രിക്കുകളാണ് അള്ളാഹ് സംസാരിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ വിഗ്രഹങ്ങളെ മുമ്പിട്ട് എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പറഞ്ഞ് കരയുന്നത്? അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദ, അടിമക്ക് അള്ളാഹു പോരെ എന്ന് അള്ളാഹു സ്ഥാപിക്കാം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ പഠിക്കാതെ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് പോലെ മനസ്സിലാക്കാതെ, നമുക്കിഷ്ടമുള്ളത് പോലെയല്ല, നമുക്കുള്ളത് പോലെയല്ല, അള്ളാഹ് പഠിപ്പിച്ചതുപോലെ പറയേണ്ടത് അങ്ങനെ പറയണം, നിഷേധിക്കേണ്ട അങ്ങനെ നിഷേധിക്കണം. അള്ളാഹുവിനെ മാത്രം വിളിക്കണം എന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ വിളിക്കരുത് എന്നും പറഞ്ഞു. അതുകൊണ്ട് ആ രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കാനും അറിയാനും നമ്മൾ ശ്രമിച്ചാലേ നമുക്ക് നിസ്കരിക്കുമ്പോഴും ദുആ ചെയ്യുമ്പോഴും ഏത് അള്ളാഹുവിനോടാണ് ഞാൻ ചോദിക്കുന്നത്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകെട്ടിയിട്ട് നമ്മൾ അള്ളാഹു അക്ബർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്, അള്ളാഹു വലിയവനാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വലിപ്പം എന്താണ് എന്ന് നമുക്ക് മനസ്സിൽ വരണമെങ്കിൽ ആകാശത്തെ കുറിച്ച് നമ്മൾ അറിയണം, ഭൂമിയെ കുറിച്ച് അറിയണം, അതിന്റെ വലുപ്പം അറിയണം, അതിന്റെ പ്രപഞ്ചത്തിന്റെ വിശാലത അറിയണം, അല്ലെ? അള്ളാഹു അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആകാശത്തെ കുറിച്ച് പറഞ്ഞു, ആകാശം സൃഷ്ടിച്ചവൻ, തൂണുകളില്ലാതെ സൃഷ്ടിച്ചവൻ, വിടവുകളില്ലാതെ സൃഷ്ടിച്ചവൻ. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ അർളി കൈഫ സുതിഹത് വഇലൽ ജിബാലി കൈഫ, ഇതൊക്കെ അള്ളാഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? നിങ്ങൾ ചിന്തിക്കിൻ. എന്നിട്ട് അള്ളാഹുവിന്റെ വലുപ്പം നിങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടരുത് എന്ന് അള്ളാഹു സ്ഥാപിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ. അതുകൊണ്ട് റബ്ബ് ആവാനുള്ള 3 ക്വാളിഫിക്കേഷൻ നമ്മൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മൾ വെറുതെ കേട്ടാ പോരാ, നമ്മൾ ആ രൂപത്തിൽ തന്നെ പഠിക്കണം. ഖാലിഖ്, മാലിക്, മുദബ്ബിർ, ഇത് 3ഉം അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹ്. അതുകൊണ്ട് അള്ളാഹു മാത്രമേ ആരാധിക്കപ്പെടാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ ഒന്നും വമൻ യുഅ്മിൻ ബില്ലാഹി വമൻ യക്ഫുർ ബിത്താഗൂതി വയുഅ്മിൻ ബില്ലാഹ്, എന്താ പറഞ്ഞത്? വമൻ യക്ഫുർ ബിത്താഗൂത്ത്, അള്ളാഹു അല്ലാത്തവരൊക്കെ നിഷേധിക്കണം. ഇയാൾ പറ്റില്ല, ഇയാൾ പറ്റില്ല, അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. ഖുർആനിലെ ലാത്ത ഉസ്സ, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, ഖുർആൻ എന്താ പറയാ? അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ, അവിടെയുള്ള അവർ ആരാധിക്കപ്പെടുന്ന മക്കത്തെ മുശ്രിക്കുകൾ ആരാധിക്കുന്ന പേരെടുത്തുള്ള പറയാ, അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത الثالثة الأخرى അലകും الذكر وله الأنثى تلك إذا قسمة ضيزى. അള്ളാഹ് പേരെടുത്ത് പറഞ്ഞ് നിഷേധിക്കാണ്. പറ്റില്ല, ലാത്ത് പറ്റില്ല, ഉസ്സ പറ്റില്ല, മനാത്ത് പറ്റില്ല, ആരും പറ്റില്ല. ഫിറഔന്റെ പേര് എന്തിനാ ഇത്രയും മഹത്തരമായ ഖുർആനിൽ എന്തോരം പ്രാവശ്യം ഫിറഔന്റെ പേര് അള്ളാഹ്ക്ക് പഠിപ്പിക്കണം? ഫിറഔൻ അപകടമാണ്, ഫിറഔൻ അപകടമാണ്, അവൻ പറഞ്ഞ വാക്കുകൾ അപകടമാണ്, അവന്റെ ചിന്ത അപകടമായിരുന്നു, അവന്റെ റൂട്ട് അപകടമായിരുന്നു, ധിക്കാരിയായിരുന്നു എന്ന് മനുഷ്യ മനസ്സുകളെ പഠിപ്പിക്കണം. അവൻ എന്ത് ചെയ്തിട്ടാണ് അവൻ ഇത്ര ധിക്കാരിയായത്, എന്തായിരുന്നു അവന്റെ റൂട്ട് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ആ മഹാധിക്കാരിയുടെ പേരെല്ലാം എടുക്കാണ്, അല്ലെ? ഹാറൂന്റെ പേരെന്തിനാ ഖുർആനിൽ? അത്രയും പ്രശുദ്ധമായ ഖുർആനിൽ എന്തേ ആ ധിക്കാരിയുടെ പേര്? പഠിപ്പിക്കണം, ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ബോധ്യമാണ് അള്ളാഹുവിനെ. എന്തിനാണ് ഹാമാന്റെ പേര് ഖുർആനിൽ? അള്ളാഹു പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ പഠിപ്പിക്കുന്നതോടൊപ്പം അള്ളാഹു അല്ലാത്തവർ ആരൊക്കെ, അള്ളാഹുവിനെ ധിക്കരിച്ചവർ ആരൊക്കെ എന്നത് പേരെടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. അതിലൊക്കെ നസീഹത്തുണ്ട്. പൂർണ്ണമായ നസീഹത്തുള്ളവർക്ക് ആ രൂപത്തിൽ ജനങ്ങളെ കാര്യം പഠിപ്പിക്കാൻ പറ്റും. പൂർണ്ണമായ നസീഹത്ത് വേണം, പൂർണ്ണമായ നസീഹത്ത് വേണം. ജനങ്ങളുടെ ആഖിറം വിജയിക്കണം. നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് വന്ന് നിൽക്കുമ്പോൾ, അള്ളാഹുവേ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പൂർണ്ണമായിട്ടും പറയാൻ ഒരാൾക്ക് പറ്റണമെങ്കിൽ ആ രൂപത്തിൽ കാര്യങ്ങൾ അറിയണം. അല്ലെങ്കിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്താനോ എന്തിനെങ്കിലും ബോധ്യപ്പെടുത്താനോ ഒക്കെ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ തുടങ്ങിയാൽ പ്രശ്നം അത് പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ രീതിയിൽ, പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണിച്ചു തന്ന രീതിയിൽ, ഹദീസ് നമുക്ക് കാണിച്ചു തന്ന രീതിയിൽ തന്നെ നമ്മൾ കാര്യങ്ങൾ പറയണം, നമ്മൾ കാര്യങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനും അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് അറിയാനും, അല്ലെ? നമ്മൾ ഈ ക്ലാസ്സുകൾ തന്നെ അള്ളാഹുവിനെ പറ്റി അറിയാൻ, അല്ലെ? അതറിയലാണ് ആദ്യം. വേറെ നമ്മൾ ഇതുവരെ ഈ ക്ലാസ്സിൽ നമ്മൾ നിസ്കാരത്തിന്റെ ശർത്ത് ഫലത്തിലേക്കൊന്നും കടന്നിട്ടില്ല.
നമ്മൾ നോമ്പിലേക്കോ സക്കാത്തിലേക്കോ ഒന്നും കടന്നിട്ടില്ല. എന്തുകൊണ്ട്? നമ്മൾ കുറെ അള്ളാനെ പഠിക്കട്ടെ. ഓൾറെഡി ഇപ്പൊ നമുക്ക് ഉള്ള നിസ്കാരം ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ തുടർ ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ടും, കാരണം ഷഹാദത്ത് കഴിഞ്ഞാൽ അടുത്ത നിസ്കാരമാണ്, നിർബന്ധമായിട്ട് നമ്മൾ ഇവിടെ പഠിപ്പിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. നിസ്കാരത്തിന്റെ ഫർളും നമുക്ക് തുടക്കം മുതൽ വജ്ജഹത്ത് മുതൽ അള്ളാഹു ബായിദ്വേരി മുതൽ അല്ലെങ്കിൽ തഹാറത്ത് മുതൽ നമുക്ക് പഠിക്കണം. മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ പഠിച്ചുകൊണ്ടേയിരുന്ന് ക്ലിയർ ആക്കിക്കൊണ്ടേയിരിക്കണം. നമ്മളിപ്പം നിസ്കാരത്തിന്റെ ശർത്തത്തെ ഫർളത്തെ വെച്ചാൽ എല്ലാവരും ഒന്നൊന്ന് വിടും. കാരണം നമ്മളത് പണ്ടേ പഠിച്ചതാണ്, നമ്മൾ ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ അന്ന് ഇപ്പോഴും ക്ലാരിറ്റി കുറവുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിനുള്ള വഴിയാണ്. അതിനു മുമ്പേ നമ്മൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഷർത്തുകൾ, അതിന്റെ ഫർളുകൾ, നവാഖിലുകൾ നമുക്ക് ഇനിയും വായിക്കാനുണ്ട്. ഖവായിദുൽ അർബഅ പഠിക്കണം, നവാഖിദുൽ ഇസ്ലാം നമുക്ക് ചർച്ച ചെയ്യണം. ഇതൊക്കെ ചർച്ച ചെയ്ത് അള്ളാഹു അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹിനെ 10 കൊല്ലം പഠിപ്പിച്ചിട്ടാണ് നിസ്കാരം പഠിപ്പിക്കുന്നത്. അള്ളാഹിനെ ബോധ്യപ്പെട്ടു, മനസ്സ് നിറയെ, ചിന്തകൾ നിറയെ അള്ളാഹു നിറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു അക്ബർ എന്ന് അവർ കൈ കെട്ടുന്നത്. അപ്പോഴേ ഈ അല്ലാഹു അക്ബറിന്റെ വില അവർക്ക് മനസ്സിലായിട്ടുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തൗഫീഖ് നസീബാക്കട്ടെ. أقول قولي هذا وأستغفر الله لي ولكم ولجميع المسلمين والمسلمات واستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.